ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പഴയകാല റെസിപ്പിയാണ് കാണിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം വെച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ് ഇത്. ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത് കാച്ചിലും ഓമയ്ക്കായും വൻപയറും ചേർത്താണ്. കാച്ചിലിന് പകരം ഇതിൽ കപ്പ ചേർക്കാം, ചേമ്പ് ചേർക്കാം, അങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റിലും വെക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ കറി വെക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചെറിയ ഓമയ്ക്കായും ഒരു കഷ്ണം കാച്ചിലും എടുത്തിട്ടുണ്ട്. ഓമയ്ക്കായുടെയും കാച്ചിലിൻ്റെയൊക്കെ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം. ഓമയ്ക്ക തൊലി ചെത്തിയ ശേഷം ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. ഇനി കാച്ചിലും ഇതുപോലെ തന്നെ തൊലിയെല്ലാം ചെത്തി ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. കാച്ചിലും തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഓമയ്ക്കായും കാച്ചിലും എല്ലാം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഓമയ്ക്ക ഇതുപോലെ നടുവേ 2-3 കഷ്ണങ്ങളായി കീറിയ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. കാച്ചിൽ ഞാൻ കൊത്തിയാണ് അരിയുന്നത്. കപ്പയൊക്കെ കുത്തിയെടുക്കുന്ന പോലെ കുത്തിയെടുക്കുന്നത്. ഓമയ്ക്കായും കാച്ചിലും എല്ലാം അരിഞ്ഞ ശേഷം ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. കാച്ചിലും ഓമയ്ക്കായും കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. മാത്രമല്ല ഗ്യാസും നമുക്ക് ലാഭിക്കാമല്ലോ. കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളുടെ നിരപ്പിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 വിസിൽ വരുന്നിടം വരെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കാച്ചിലും ഓമയ്ക്കായും വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളകും 3-4 കഷ്ണം വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാതെ തരിതരിപ്പോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. തേങ്ങ ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് കറിക്കൊന്നും കൂടി ടേസ്റ്റ്. കുക്കറിൽ നിന്നും വെന്ത കഷ്ണങ്ങൾ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഉടയാത്ത വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കണേ. എല്ലാ കഷ്ണങ്ങളും ഉടച്ചു കൊടുക്കരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ 1/2 കപ്പ് വൻപയർ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇത് ഒരു ചാറ് കറി പോലെ അല്ല, ഒന്ന് കുറുകിയിരിക്കുന്ന കറിയാണേ. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കറി തിളച്ച് വരണം. കറി ഇതുപോലെ തിളച്ച് വന്നാൽ മതി. ഈ സമയമെല്ലാം സ്റ്റൗവേ ലോ ഫ്ലെയിമിലേ ഇടാമേ, അല്ലെങ്കിൽ കറി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇനി കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടാകണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കടുക് താളിച്ചത് എല്ലായിടത്തും എത്തുന്നത് പോലെ കറി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. കഞ്ഞിക്കും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് ഇത്. നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത്.
ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.